നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് നിള 24 ലൈവിൽ എത്തിയിരിക്കുന്നത്. 10ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം മത്സരം വളരെ ശക്തമാണ്. LDF, UDF, NDA, ജനകീയ മുന്നണി അടക്കം 4 സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. അപ്പോൾ കൂടുതൽ ഇലക്ഷൻ വിശേഷങ്ങൾ നമുക്ക് സ്ഥാനാർത്ഥികളോട് തന്നെ നേരിട്ട് ചോദിക്കാം. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും LDF മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്ന മുരളി വെള്ളശ്ശേരിയാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. ഇലക്ഷനിങ് എത്തി തുടങ്ങി അല്ലേ? അപ്പോൾ എങ്ങനെ കാണുന്നു ഈ ഇലക്ഷനെ? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരെ ശരിക്കുള്ള ജനപ്രതിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഇത്. ഇപ്പോൾ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ തുറന്നു കാണിക്കാനും കപട രാഷ്ട്രീയക്കാരൊക്കെ തുറന്നു കാണിക്കാനുള്ള അവസരമാണ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വിജയപ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും 10ാം വാർഡിന് വേണ്ടിയിട്ട്? 10ാം വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ LDF ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 35 വർഷമായി ഈ രാഷ്ട്രീയപഥം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും വികസനം എത്തിക്കണം, ക്ഷേമം എത്തിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ചതുരംഗ പോരാട്ടമായിട്ട് തോന്നുന്നുണ്ടോ? 4 സ്ഥാനാർത്ഥികളോളം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതെ, 4 സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷെ അവരൊക്കെ എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം പുറത്തിറങ്ങുന്ന ആളുകളാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ഞങ്ങളങ്ങനല്ല. ഞങ്ങൾ ഏത് സമയത്തും ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് ഇടപഴകി അവരുടെ കൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കൃത്യമായിട്ട് എതിരാളികളാണ് മറ്റേത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അവരെ അങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമേ അവർ രംഗത്തേക്കുള്ളൂ. അതാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും UDF മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്ന സ്ഥാനാർത്ഥി TK ഷുക്കൂർ നിള 24 ലൈവിനൊപ്പം ചേരുകയാണ്. അപ്പോൾ ഇലക്ഷൻ ഇതേ എത്തി തുടങ്ങി അല്ലേ? എങ്ങനെ നോക്കി കാണുന്നു ഇലക്ഷനെ? ഈ കഴിഞ്ഞ 35 വർഷമായി CPM പ്രതിനിധാനം ചെയ്യുന്നൊരു വാർഡാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വികസന മുരടിപ്പാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ്, നമ്മൾ വരുന്ന സ്ഥലത്തൊരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അത് പൂട്ടിക്കിടക്കാൻ. ഈ പ്രദേശത്തെ ഏറ്റവും പിറകിൽ നിൽക്കുന്നൊരു പ്രദേശമാണിത്. അത്തരം ആളുകൾക്ക് ആശ്രയിക്കേണ്ട ആ കേന്ദ്രം അടച്ചുപൂട്ടിക്കിടക്കാൻ, അതിന് ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ അത് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായൊരു നടപടിയില്ല. ഒരു വികസന മുരടിപ്പ് അതാണ്. ഒരുപാട് പ്രദേശങ്ങളിൽ ഇപ്പോഴും വോൾട്ടേജ് ക്ഷാമം വളരെ രൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ, അതുപോലെ ഈ പ്രദേശത്ത് തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയും ശുദ്ധജല ലഭ്യമാവുന്നതിൻ്റെ പ്രശ്നം, അങ്ങനെ റോഡുകൾ തകർന്നതിൻ്റെ, അതുപോലെ നിരവധിയായ ആളുകൾ ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കാൻ, അതുപോലെ ഗ്രാമീണ റോഡുകളുടെ പ്രശ്നം, ആരോഗ്യ മേഖലയിലെ പ്രശ്നം, ഇതൊക്കെ ഇവിടെ നിലനിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും ജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ മെമ്പർമാർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിൽ തുല്യമായ രീതിയിൽ വികസനം കൊണ്ടുവരുവാനും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താനും അത്തരത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആവശ്യമായ, അവർക്ക് നിഷേധിക്കപ്പെട്ട ഈ 35 വർഷമായി ഇവർ പ്രതിനിധാനം ചെയ്യുമ്പോൾ അവർക്ക് നിഷേധിക്കപ്പെട്ട മുഴുവനായ അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിനും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ആവശ്യമായ എല്ലാ ഇടപെടലുകളും വിദ്യാഭ്യാസ മേഖലയിലടക്കം എല്ലാ ഇടപെടലുകളും നടത്തും. ഒരു ചതുരംഗ പോരാട്ടമാണ് 10ാം വാർഡിൽ എന്ന് കേൾക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണോ? എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് നമ്മൾ പറയുന്നതിനപ്പുറം ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം അവരാഗ്രഹിക്കുന്നത് UDFന് അനുകൂലമായൊരു മാറ്റമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ശുഭപ്രതീക്ഷയിലും ഉത്തമ വിജയ പ്രതീക്ഷയിലുമാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. NDAക്ക് വേണ്ടി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും ജനവിധി നേടുന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്, കാർത്തികേയൻ. എങ്ങനെ നോക്കി കാണുന്നു ഈ ഇലക്ഷന്? എങ്ങനെ നോക്കി കാണുന്നു വെച്ചാൽ ഇവിടുത്തെ ഈ കഴിഞ്ഞ 25 വർഷം കാലകാലമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. ഒരു വികസനവും ഇതൊന്നും നേരെ ഈ നാട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ എത്തിച്ചു കൊടുക്കുക, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതിൽ പങ്കുചേരുകയെന്നാണ് എൻ്റെ ഒരു ഇത്. ഇലക്ഷനിൽ ജയിച്ചു അധികാരത്തിലെത്തിയാൽ എന്തൊക്കെയായിരിക്കും 10ാം വാർഡിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിധം ഇതുണ്ട്, ഫണ്ടുകളും കാര്യങ്ങളും ഇതിലേക്ക് എത്തിക്കുക.
പിന്നെ അങ്ങനെ ഒരു വികസനം ഈ വാർഡിക്ക് ഇതുവരെ ഇവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, ആർക്കും ഇവർ എത്തിച്ചിട്ടുമില്ല. അതൊക്കെ ഇവർ സ്വന്തം കാര്യത്തെടുക്കുക എന്നല്ലാതെ വേറെ ജനങ്ങൾക്ക് എത്തിച്ചിട്ടില്ല. അത് എത്തിച്ചു കൊടുക്കുക, അതൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥികളും ശക്തരാണല്ലോ. മൊത്തത്തിൽ ഇവിടെ ഒരു ചതുരംഗ പോരാട്ടമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്ത് തോന്നുന്നു? അതെ അങ്ങനെ തന്നെ. എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണ്. അതെ. എങ്ങനെ തോന്നുന്നു ഈ 10ാം വാർഡിന്റെ ഒരു പൾസ്? വോട്ട് ചോദിക്കുമ്പോഴൊക്കെ അവര് ആവശ്യപ്പെടുന്ന ഒരു മാറ്റം വേണമെന്നാണ് എല്ലാവരും ആവശ്യം. അതായത് 10-25 കൊല്ലമായിട്ടും ഒരേ മുന്നണി തന്നെയാണ് ഇവിടെ ഇതാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണ്. എല്ലാ വീടുകളും കയറുമ്പോൾ അത് പറയുന്നുണ്ട്. പാർട്ടിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? പാർട്ടിയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ വിജയാശംസകളും. പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അങ്ങനെ തന്നെ ആവട്ടെ. വിജയാശംസകൾ. കൊപ്പം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലേക്ക് ജനവിധി തേടുന്ന ജനകീയ സ്ഥാനാർത്ഥിയാണ് നിള 24 ലൈവിനൊപ്പം ചേരുന്നത്, നൗഫൽ ഓണക്കുഴി. അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഈ ഇലക്ഷനെ? ഈ ഇലക്ഷനിൽ നമുക്ക് തീർത്തും ഒരു അനുകൂലമായൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. രണ്ട് മുന്നണികളും, ഒരു മുന്നണിയുടെ കാലങ്ങളായിട്ടുള്ള ഭരണം അത് അവരുടെ സ്വജനപക്ഷപാതമായിട്ട് അവരവരുടേതായ രീതിയിലുള്ള നീക്കുപോക്കുകൾ കാര്യങ്ങളായിട്ട് നടക്കുന്നു. തീർത്തും അർഹരായവരെ അവകാശങ്ങൾ പോലും അവഗണിക്കുന്ന രീതിയിലുള്ളൊരു രീതിയിലുള്ളൊരു ഭരണമാണ് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലാവട്ടെ മറ്റു മുന്നണികൾക്ക് ഇവിടെ ഇങ്ങനെ മാറി അവരെന്ത് ചെയ്യുന്നത് മത്സരിക്കാൻ നോക്കുന്നുണ്ട്. അവർ കാണുന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അടുത്തുനിന്ന് സ്വീകാര്യത കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ സ്ഥാനാർത്ഥിയായി മാറിയിട്ടുള്ളത്. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാവും 10ാം വാർഡിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലാടിപ്പാറ ഭാഗങ്ങളിലേക്ക് കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നൊരു പ്രശ്നം. അതിനേക്കാൾ ഉപരി രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട് പറക്കുണ്ട്, കോൽക്കുണ്ട് ഭാഗത്തുള്ളത്. റോഡിൻ്റെ ഭാഗങ്ങളിലാണ് വെച്ചെങ്കിൽ വളരെയധികം ശോചനീയാവസ്ഥയിലാണ്. 35 വർഷം ഒരു ഭരണം ഇവിടെ ഉണ്ടായിട്ടും ആ ഒരു റോഡിൻ്റെ പദ്ധതി പോലും നേരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തീർത്തും ഒരു പോരായ്മ തന്നെയാണ്. ഒരു ശക്തമായ മത്സരാന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഈ വാർഡിൽ കാണാൻ സാധിക്കുന്നത്. എന്ത് തോന്നുന്നു? മത്സരാർത്ഥികൾ, എതിർ സ്ഥാനാർത്ഥികൾ ശക്തരാണോ? എതിർ സ്ഥാനാർത്ഥികളെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നേരത്തെ സൂചിപ്പിച്ചില്ലേ, 25 വർഷമായിട്ട് ഒരു മുന്നണി ഇവിടെ ഭരിച്ചിരുന്നു. അവരുടെ പോരായ്മകളെ ജനം അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇലക്ഷനിൽ നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ആ രീതിയിൽ നമുക്ക് സപ്പോർട്ടും എല്ലാവരും തരുന്നുണ്ട്. എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ ഇനി അറിയേണ്ടത് ജനവിധിയാണ്. കാത്തിരിക്കാം. നിള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹന തപസം. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.